ഹലോ ഗൈസ്, വെൽക്കം ടു MC വ്ലോഗ്സ്. അപ്പൊ ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. എഴുന്നേറ്റ് വന്നതെന്ന് പറയുമ്പോ നമ്മളിപ്പോ ചുമ്മാതെ ഗൈസ് എഴുന്നേറ്റിട്ട് കുറെ നേരമായി. അതിലധികം നേരമൊന്നും ആയിട്ടില്ല. നമ്മള് പല്ല് തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആര് പല്ല് തേച്ച്? ഞാൻ പല്ല് തേച്ച്, മനു പല്ല് തേച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടിരിക്കുവാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് ഓർത്ത്. ക്രിസ്മസ് അല്ലേ വരുന്നത്, അപ്പൊ ക്രിസ്മസിന് മുന്നോടിയായിട്ട് കുറച്ച് ക്രിസ്മസ് അപ്പൂപ്പനാക്കി നമ്മൾ ഈ നാട് മൊത്തം കരോളുകൊണ്ട് പോവാണ് ഗൈസ്. മനുവിനെ ക്രിസ്മസ് അപ്പൂപ്പനാക്കിയിട്ട് ഇവിടെ ഡാൻസ് കളിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ശരി, അപ്പൊ അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രിസ്മസിന് മുന്നോടിയായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. അതായത് നമ്മുടെ പുൽക്കൂട് ഒരുക്കുക, പിന്നെ ക്രിസ്മസ് ട്രീ ഒരുക്കുക. എല്ലാവരും നമ്മളിന്ന് ഒരുക്കി സെറ്റപ്പ് ആക്കി വെക്കും അല്ലേ. ക്രിസ്മസ് ട്രീ നമ്മൾ മേടിച്ചിട്ടുണ്ട്, പക്ഷെ പുൽക്കൂട് നമ്മൾ വാങ്ങിച്ചിട്ടില്ല ഗൈസ്. വാങ്ങുന്നതൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പരിപാടിയാണ്. ട്രീയും നാച്ചുറൽ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യായിരുന്നു, പക്ഷെ അതിനുള്ള സമയമൊന്നും ഇല്ല. നമ്മള് പുൽക്കൂട് വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്റെ വീട്ടിലേക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്. നമ്മള് ബ്രോഡ്വേയില് ശരിയാ, നമ്മുടെ ബ്രോഡ്വേയിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ അതൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ബ്രോഡ്വേയിലെ ഒരുപാട് ഷോർട്സ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. നല്ല ബ്രോഡ്വേയില് നമ്മള് പോയി കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പൊ രണ്ട് വീട്ടിലേക്കും കൂടെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്തത്. അപ്പൊ ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടേക്കണം കേട്ടോ. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അത് സാരമില്ല, ഞാൻ പറഞ്ഞേക്കാം. അപ്പം നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ചിഞ്ചുവിന് അകത്ത് കുറച്ച് പണിയുണ്ട്. ആ സമയത്തിന് ഞാൻ പോയി. ഇവിടെ നമ്മുടെ കൂട്ടുകാരനും അനിയനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി, രണ്ടല്ല ഞങ്ങൾ 3 പേരും കൂടി പോയി. കുറച്ച് എന്താ മോമാർ എന്തോ വെച്ചുണ്ടാക്കാന്ന് പറഞ്ഞ മുള വെച്ചുണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഏതൊരു റിസോർട്ടിന്റെ അടുത്ത് പോയി മുളയൊക്കെ വെട്ടാൻ വേണ്ടി തയ്യാറെടുത്ത് ഇരിക്കുവാണ്. എന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ പോയിട്ട് വരാം ഗൈസ്. അപ്പൊ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടാകത്ത്. അല്ല, എനിക്ക് ഫുഡൊക്കെ വെക്കണം. ഇവര് വരാകുമ്പോ തിന്നാനൊന്നും ഇല്ലെങ്കിൽ കിടന്ന് കാറും. അതുകൊണ്ട് ഞാൻ കുറച്ച് കുക്കിങ്ങിലേക്ക് പോട്ടെ. ഇവര് നേരെ മുള വെട്ടും. ശരിക്കും പോയിട്ട് വരാം ഗൈസ്. ബൈ ബൈ ഗൈസ്. ഞാനിപ്പോ എവിടെ ഇരിക്കണേ? ഹായ് പറ. എഴുത്തല്ലേ എന്നാ താഴെ നിർത്ത്. നീയല്ലേ വലിഞ്ഞു കയറിയത്. പോയിട്ട് വരാം. ഗൈസ്, അപ്പൊ നേരത്തെ 3 പേരെന്നാണ് പറഞ്ഞത്, പക്ഷെ ഞങ്ങള് 4 പേര് ഇപ്പൊ ഉണ്ട്. അനിയനുണ്ട്, വിഷ്ണു ഉണ്ട്, കുട്ടു ഉണ്ട്. അപ്പൊ ഞങ്ങള് പോയി, ഞങ്ങളുടെ അടുത്തുള്ളൊരു കാടുണ്ട്, ഏതാണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ പോയി എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ പോയി സംഘടിപ്പിച്ചിട്ട് വരാം. വൈറൽ ഷോട്ട്സ് ആണ് നീ എന്നെ പറയണ. പൊടിയൊക്കെ പുറത്തേക്ക് കരികിലേക്ക് പറക്കട്ടെ. അയ്യോ, പത്തലുപടിയാണ്. പത്തലുപടി ചീകി ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് വെച്ച് എന്താകുമെന്ന് അറിയത്തില്ല. ഉണ്ടാക്കി വരുമ്പോ ചിലപ്പോ അടിപൊളിയായിരിക്കും, ചിലപ്പോ കൊളാവും. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവരുടെ പുൽക്കൂടിന്റെ പരിപാടി എന്തായെന്ന് നോക്കാം. എന്തായെന്നൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹലോ സാർ, എന്തായി പരിപാടിയൊക്കെ? എന്താണ് താങ്കളുടെ ഉദ്ദേശം? ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇടയ്ക്ക് വെച്ചേക്കണ്ട പലക. അതിന്റെ പുറത്ത് നമ്മളൊരു അടിപൊളി പുൽക്കൂട് ഉണ്ടാക്കും. അതാണ് പരിപാടി. ഇപ്പൊ ഒരേ വടിയൊക്കെ വെട്ടി ഉണങ്ങാൻ വെച്ചിട്ടില്ല. ഞാൻ കാണിച്ചായിരുന്നു, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി സെറ്റ് ചെയ്യാം. നീ പോയി നിന്റെ കാര്യം നോക്ക്. അല്ല നീ കൂടി വാ, നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യാം. വാ. അപ്പൊ ഗൈസ്, ഞാൻ ഇപ്പൊ നേരത്തെ വീഡിയോ എടുത്തിട്ട് പോയിട്ട് ഒരു 10-20 മിനിറ്റ് എങ്കിലും ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുൽക്കൂടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇത് വെട്ടാൻ എന്ത് പാടാണെന്നറിയാവാ. നീ കുളിച്ചിട്ട് വരാൻ നേരത്ത് ഇവിടെ എല്ലാം സെറ്റ് ആയിരിക്കും. നീ പോയി കുളിച്ചിട്ട് വാദ്യം, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവര് കുളിച്ചിട്ട് വരുമ്പോ സെറ്റ് ആക്കാന്ന് പറയുന്നുണ്ട്. എന്താകുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പേര് കച്ചില് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പൊ ഇനി നമുക്ക് കുളിച്ചിട്ട് വന്നിട്ട് കാണാം. അപ്പൊ ഗൈസ്, ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നേക്കുവാണ്. അപ്പൊ നമുക്ക് പുൽക്കോടിന്റെ പുരോഗതി നോക്കാം. എന്തായി പുൽക്കോടിന്റെ പുരോഗതി? ഈ 4 കമ്പാണ് ഇത്ര നേരം. 4 കമ്പല്ല, പുരോഗതി ഉണ്ട്. 1 2 3 4 ഇത്ര കമ്പ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരേ അളവിലുള്ള കമ്പ് വെച്ച് മൊത്തത്തിൽ പുൽക്കൂട് ഉണ്ടാക്കാൻ പോയാണ്.
എന്നിട്ട് ഉണ്ടാക്കാം. കച്ചിൽ വന്നിട്ടുണ്ട്, പുരോഗതി ഉണ്ട്, കച്ചിലുണ്ട്, കുട്ടു കാണിച്ചോടാ, കെട്ടുകമ്പി ഉണ്ട്, എല്ലാം സെറ്റാണ്. ഇനിയിപ്പം ഇതെല്ലാം യോജിപ്പിച്ച് വെച്ചാ മാത്രം മതി. എന്തായി കെട്ടുകമ്പി കൊണ്ട് കെട്ടിയിട്ട് അത് ഫ്ലോപ്പായി. ഇപ്പൊ അടുത്തൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്താണ് ആ പ്ലാൻ? സൈക്കിൾ ട്യൂബ് എടുക്കാനായിട്ട് ആളെ വിട്ടിട്ടുണ്ട്. പോരും കെട്ടുകമ്പി വെച്ച് നിക്കൂടാ, നിക്കും. ഞാൻ മര്യാദക്ക് പറഞ്ഞത് 1000-400 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഒരു നല്ല സെറ്റ് പുൽക്കൂടി കിട്ടിയേനും. എനിക്ക് ഇത് 400 രൂപ. ക്രിയേറ്റിവിറ്റിനൊക്കെ വലുത്. കാശ് കൊടുത്താൽ കൈസ് കിട്ടും. 400 രൂപയ്ക്കും 300 രൂപയ്ക്കൊക്കെ പുൽക്കൂടി കിട്ടും. അതൊക്കെ റെഡിമെയ്ഡ്. പക്ഷെ പണ്ടത്തെ കാലത്തിലേക്ക് തിരിച്ചു പോകണം. കൊറേ നേരം വില തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടിരിക്കും. ടൈം എടുക്കും. വരണം. പണ്ടത്തെ ആ ഒരു വൈബ് തന്നെ. പണ്ട് ഞങ്ങള് മറ്റേ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താ അതിന്റെ പേരെന്നാ? നായിങ്കള. കൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നായിങ്കള എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ അതിന് പറയണത്. അത് വെച്ച് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ സാധനം ഇപ്പൊ ഈ നാട്ടിൽ കിട്ടാനില്ല, ഇവിടെയൊന്നും ഇല്ല. അത് ഒരു കരിമ്പ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അത് വെച്ച് പക്കയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എടാ പോയി എടുത്തോണ്ടോണോ സൈക്കിൾ ട്യൂബ്? നേരെ പൊട്ടിയ കസേര കാലായിട്ട് വെച്ചിട്ട് അതിനകത്ത് രണ്ട് വീട്ടിൽ ചെയ്യാം. എന്തെങ്കിലും നടക്കുവോ? ഇത് കൊറേ നേരമായല്ല. പിടി എന്താണ് ഡാൻസ് കളിക്കണ പുൽക്കൂടാണോ? ഡാൻസിങ് പുൽക്കൂട്. ഡാൻസിങ് പുൽക്കൂട് ഡിസൈൻഡ് ബൈ കുട്ടു പപ്പാളി. കുട്ടു എടാ പൊക്കത്തൂടി വെക്കാം, അപ്പൊ സെറ്റ് ആവുമായിരിക്കും. കണ്ടില്ലേ എന്തായെന്ന്? കാണിച്ചോട്. ഇതാണോ പുൽക്കൂട്? ഇതാണ് പുൽക്കൂട്. ഇത്ര ആയിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവള് ക്രെഡിറ്റ് എടുക്കാൻ വരും. ഇത്രയും നേരം ഒരു പരിപാടിക്ക് ഇവിടെ വന്നിട്ടില്ല. റബ്ബർ ബാൻഡ് ഒരു പരിപാടിക്കും വന്നിട്ടില്ല. ലാസ്റ്റ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് വരും. എന്തായാലും ഇത് ഇനി കംപ്ലീറ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം അല്ലേ? അടുത്ത സ്റ്റെപ്പ് എങ്ങനെ? ഓക്കെ ഗൈസ്, ഏകദേശം പുൽക്കൂടിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് വന്നേക്കാണ് ഗൈസ്. കച്ചിൽ സെറ്റ് ചെയ്യാന്നാ പറഞ്ഞേക്കണത്. ഈ വളഞ്ഞ പുൽക്കൂടിന് എന്ത് ക്രെഡിറ്റ് എടുക്കാനാണ്? ഇത്ര സൂപ്പർ പുൽക്കൂടിന് ക്രെഡിറ്റ് വേണ്ട നിനക്ക്? വേണ്ട. കാണത്തില്ലേ? നിക്കടാ, സെറ്റ് ആക്കട്ടെ, എന്നിട്ട് നോക്കാം. ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പൊ റെഡിയാക്കി തരാന്ന് പറഞ്ഞ് കേറിയതാ. തിരിക്കണം കേട്ടാ കറക്റ്റ് ആയിട്ട്. എത്ര തവണ കെട്ടിയിട്ടുണ്ട്? പണ്ടൊക്കെ എന്തോരം മെയിൻ പുൽക്കൂടൊക്കെ കെട്ടിയേക്കണം. മെയിൻ പുൽക്കൂട് കെട്ടിയ ആളെന്തിനാ വീട്ടിലേക്ക് 300 രൂപയ്ക്ക് പുൽക്കൂട് വാങ്ങിച്ചത്? അത് തവണ കെട്ടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഓ ശരി. അപ്പൊ നമ്മള് ഫസ്റ്റ് ബോളാണ് ഇതിനകത്ത് ഇടാൻ വേണ്ടി പോകുന്നത്. ഫൈനലി പുൽക്കൂടിന്റെ ഏകദേശം നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ പുൽക്കൂടായിട്ട് തോന്നും ഗൈസ് നിങ്ങൾക്ക്. ആ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇവിടെ അമ്പലത്തിലെ പരിപാടിയൊക്കെ നടക്കുകയാണ്. ഇപ്പൊ ചെറുപ്പ് കിടക്കുന്ന ടൈമാണല്ലോ, അപ്പോൾ നല്ല സൗണ്ടാണ്. ഇപ്പൊ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചുകൂടി ഇരുട്ടാണെങ്കിൽ നമ്മളിത് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കാണിച്ചു തന്നാൽ നിങ്ങൾ വിചാരിക്കും അയ്യേ ഇതാണോ പുൽക്കൂട് എന്ന് വിചാരിക്കും. സൈഡ് വ്യൂ മാത്രം ഒന്ന് കാണിക്കാം. കാണാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ വിചാരിച്ചോളും. പക്ഷെ ഇത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കൂടെ കാണിച്ചു കൊടുക്ക്. കാണണം ഇപ്പൊ കാണിച്ചു കൊടുത്തേര്. എന്നിട്ട് നമുക്ക് ഒരു ലൈറ്റും കൂടെ ഇട്ടിട്ടുള്ള തീർന്നിട്ടില്ല. പണി തീരാത്ത പുൽക്കൂടാണ് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ഇതില് ലൈറ്റ് പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചുകൂടി അടിപൊളിയാക്കാനുണ്ട്. അടിപൊളിയാക്കിയിട്ട് നമുക്ക് കാണാം. ചിഞ്ചു ലൈറ്റ് സെറ്റ് ചെയ്താലോ?
ഇതുപോലെ പണികളൊക്കെ അലങ്കാര ചെയ്തത് പണികളൊക്കെ ചെയ്ത് ഇതിനകത്ത് ഏറ്റവും കോളനി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സംഭവമാണ്. ഇത് ഇവള് ചെയ്തതാണ് കേട്ടോ. നല്ല രസമില്ല ഇതിന്റെ ഒരു ലുക്ക് വന്നത് ഇത് വെച്ചപ്പെടായിരുന്നു. പക്ഷെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഓൾറെഡി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടായാലേ അല്ലേ? അടിപൊളിയായിട്ടുണ്ടാവില്ലേ? കുറച്ചധികം നേരത്തെ എഫേർട്ട് ആണ്. കുറച്ചധികം രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇത് പുൽക്കൂടൊന്ന് കെട്ടി ചെയ്യാന്നുള്ളതാണ്, റെഡിമെയ്ഡ് മേടിക്കാതെ കെട്ടി ചെയ്യാന്നുള്ളതായിരുന്നു പ്ലാൻ. അതെന്തായാലും വിജയിച്ചിട്ടുണ്ട്. ഇവളെന്നെ കുറെ കുറ്റം പറഞ്ഞു. ഈ വീഡിയോയിൽ നീ എന്നെ എത്ര തവണ കുറ്റം പറഞ്ഞതാണ്? ഞാൻ കുറെ വട്ടം പറഞ്ഞു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതിന്റെ പുറകെയിൽ ഇരിക്കുവായിരുന്നു. അതേസമയം ഒരു പുൽക്കൂട് വാങ്ങിച്ചായിരുന്നെങ്കിൽ 5 മിനിറ്റത്തെ കാര്യം പോലും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയേനെ. 2 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് അത്രയും ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്തോണ്ട് ഞാൻ രാവിലെ തൊട്ടേ ബ്ലെയിം ചെയ്തോണ്ടിരിക്കുന്ന എല്ലാം കൂടെ വെച്ചപ്പോ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇനി ക്രിസ്മസ് ഈസ് കമ്മിങ്. എപ്പോഴാണ് ക്രിസ്മസ്? ഇനി നമ്മൾ ഈ വീഡിയോ എപ്പോ ഇടും? അടുത്തന്നെ ഇടും. ക്രിസ്മസിന് മുമ്പ് എന്തായാലും ഇടണം കേട്ടാ. ഞങ്ങൾ ഇപ്പൊ ഉണ്ണീശോനെ വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ണീശോനെ എടുത്ത് മാറ്റും. ചുമ്മാ വെച്ചെന്നേ ക്രിസ്മസിന്റെ തല്ലേ നോക്കണം. ക്രിസ്മസിന്റെ അന്ന് വെക്കും. അപ്പം ഗൈസ് വീഡിയോ അല്ല, ഞങ്ങളുടെ ഈ ഒരു എഫേർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ വീഡിയോയിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ എഫേർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.